ഒരു ദിവസം കൂടി ദാനമായി തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്തു നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുകയില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ്. അവൻ ഒരിക്കലും നിരാശനാകേണ്ട ആവശ്യം ഇല്ല. ആറ്റുതീരത്ത് നട്ട മരം പോലെ ക്രിസ്തുവാകുന്ന പാറയിലാണോ നീ വേരൂന്നിയിരിക്കുന്നത് എങ്കിൽ നിനക്ക് പ്രത്യാശിക്കാം, നീ അനുഗ്രഹീതനാണ്. വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന യേശുവിൻ്റെ അപരിമേയമായ ശക്തി നിന്നെ സകല ബന്ധനങ്ങളിൽ നിന്നും ഇന്ന് വിടുവിക്കും. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ ക്രിസ്തുവിന് കഴിയും. ഒരിക്കൽ നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. അതുകൊണ്ട് പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരുപാകി നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നീ ഭയപ്പെടേണ്ട. നീ വീണുപോകും എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് കർത്താവായ യേശു ക്രിസ്തു. വരണ്ട ഭൂമിയിൽ ഉറവകൾ ഒഴുക്കുകയും മരുഭൂമിയിലൂടെ നദികൾ ഒഴുക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. 2 മക്കാബായർ 8-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. സ്നേഹമുള്ളവരെ, നാം പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയാം, ദൈവമേ, ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ, ഞാനൊരു പുതു ശക്തി പ്രാപിക്കട്ടെ. ഇന്ന് നമ്മിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി വ്യാപരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നു ചേർന്ന് നമുക്ക് പാടാം, ആത്മശക്തിയാൽ എന്നെ നിറച്ചിടണമേ, അനുദിനം അങ്ങേ ആരാധിക്കുവാൻ ശക്തി പ്രാപിക്കുവാൻ. എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കും. അഭിഷേകം പകർന്നിടണമേ കർത്താവേ, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഒരു പുതിയ നീരുറവ നമുക്കായി തുറക്കുന്ന ദൈവത്തിന്റെ ശക്തി കടന്നു വരും. അന്ധകാര ശക്തികളെ ജയിക്കുവാൻ പുതിയ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയട്ടെ, പുതുശക്തി വ്യാപരിക്കട്ടെ. ഉണർന്ന് പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ കുറവുള്ള എല്ലാ മേഖലകളിലും എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. ദേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി ഞങ്ങൾ ശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി
ശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. വിശുദ്ധിയോടെ ആരാധിക്കുവാൻ പുതിയ അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവേ. നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെ കെട്ടിയ സകല കോട്ടകളെയും തകർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മിൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, എല്ലാ അന്ധകാര ശക്തികളുടെ കോട്ടകളെയും തകർക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഇപ്പോൾ നിറയട്ടെ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടെ ആരാധിപ്പാൻ. ആത്മാവിനാലേ നിൻ ശക്തിയാലേ വൻകോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകരണമേ, അഭിഷേകം പകർന്നിടുക, ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, ശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പുതുശക്തി പ്രാപിക്കുവാൻ, പുതു ചൈതന്യത്തിൽ നിറയുവാൻ കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.